കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലത്തെ 16ാമത്തെ ശ്ലോകമാണ് ഇനി ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ 2 കൂടി ചെയ്തുല്ലോ. ഇനി 16 ഞാൻ വായിക്കാം. ഏവം പ്രവർത്തിതം ചക്രം അനുവർത്തയതീഹ യ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. അപ്പോൾ ഇതിൽ ഈ കാലത്തിൻ്റെ ഈ പ്രപഞ്ചത്തിലത്തെ ആ ധർമ്മചക്രം, അതായത് ധർമ്മം ഫോളോ ചെയ്യാത്തവർക്ക്, ആ ധർമ്മചക്രത്തിനെ ഫോളോ ചെയ്യാത്തവർക്ക് എന്താണ് ഉണ്ടാവുക എന്നാണ് കേട്ടോ അതിൽ പറയണം. നമുക്ക് നോക്കാം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഏവം ഇപ്രകാരം പ്രവർത്തിതം ചക്രം, ഈ പ്രവർത്തിക്കുന്ന കർമ്മം ഒക്കെ ഉള്ള കർമ്മവും ധർമ്മം, അതായത് ധർമ്മം അനുസരിച്ചിട്ട് കർമ്മം ചെയ്യുന്ന ആ ചക്രം, അതായത് നമ്മുടെ ഒരാൾ വേറെ ആളിന് കൊണ്ട് ഉപകാരപ്പെടും, അങ്ങനെ പറഞ്ഞില്ലേ? നമ്മളെ ലോകത്തിലത്തെ എല്ലാവരും കണക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ചക്രം, ധർമ്മചക്രം എല്ലാവരെയും കണക്റ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ, ഒരാൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കും. അതാണ് ഇവിടെ പ്രവർത്തിതം, ഏവം പ്രവർത്തിതം ചക്രം എന്ന് പറഞ്ഞാൽ. ഇപ്രകാരം കർമാദി സമൂഹം, അതായത് ധർമ്മം അനുസരിച്ചിട്ട് കർമ്മം ചെയ്യണ ആ ഒരു ചക്രം ഉണ്ടല്ലോ, ആ ഒരു സൈക്കിള് അല്ലെങ്കിൽ ആ ഒരു രീതി, ഇഹലോകത്തിൽ യഹ ഏതൊരുവൻ ന അനുവർത്തയതി, ആരാണ് ആ പ്രപഞ്ചത്തിനെ നയിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സമാധാനവും സന്തോഷം തരുന്ന ആ ധർമ്മചക്രത്തെ ആരാണ് അനുസരിക്കാതിരിക്കുന്നത്, അനുസരിക്കുന്നില്ലയോ ന അനുവർത്തയതി അഘായു, അയാളൊരു പാപ ജീവിതമാണ് നയിക്കണം, ഒരു പാപിയുടെ ജീവിതം. അതാണ് അഘായു എന്ന് പറയണത്. ഒരു പാപരൂപമായിട്ടുള്ള ഒരു ആയസ പറഞ്ഞാൽ എന്താ? ഒരു പാപിയുടെ ജീവൻ നയിക്കണതിനൊരു പാപിയായിട്ട് ജീവിക്കുകയാണ്, ഒരു പാപിയായിട്ടുള്ള ജീവിതം. ഇന്ദ്രിയാരാമഹ, മാത്രമല്ല ഇന്ദ്രിയ വിഷയങ്ങളിൽ, അതായത് സെൻഷ്യൽ പ്ലഷേഴ്സിൽ മുഴുകിയിട്ട് സഹ അവൻ മോഘം മീൻസ് വേസ്റ്റ്, വ്യർത്ഥം ആവും. എന്താ? ജീവിക്കുന്നു. അയാളുടെ ജീവിതം മുഴുവൻ ശരിക്കും ഒരു വേസ്റ്റ്ഫുൾ ലൈഫാണ്, അല്ലെങ്കിൽ വ്യർത്ഥമാണ്. എന്താ പറഞ്ഞ വെച്ചാൽ, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഹാർമോണിയസ് ആയിട്ട് കൊണ്ട് നടക്കണ ആ ധർമ്മചക്രം ആരാണ് അനുസരിക്കാത്തത്? ഇഹലോകത്തിൽ ആരനുസരിക്കുന്നില്ലയോ അവൻ ശരിക്കന്നെ ഒരു പാപിയുടെ ജീവിതമാണ് നയിക്കണത്. മാത്രമല്ല ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ, സെൻഷ്യൽ പ്രോസസ്സിൻ്റെ പിന്നാലെ പോയിട്ട് ആ ജീവിതം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് എന്നാണ് ഇതിൽ ഭഗവാൻ പറയണത്. അതായത് ഈ ധർമ്മചക്രം പാലിക്കാത്തവർ ശരിക്കന്നെ നാശത്തിലേക്ക് തന്നെ വഴുതി വീഴും. അവനവൻ്റെ നരകം ആയിട്ടുള്ള ജീവിതത്തിലേക്ക് അവനവനെ തന്നെ താഴ്ത്തി കൊണ്ടുപോകുന്നതാണ് പറയണത്. അതായത് 2 തരത്തിലാണല്ലോ അപ്പോൾ ആൾക്കാർ, 2 തരം നമുക്ക് ഓപ്ഷനല്ലോ. ഒന്നെന്താ വെച്ചാൽ, ഈശ്വരൻ ആണ് നമ്മുടെ കയ്യിലല്ല ഒന്നും, ആ പ്രപഞ്ചശക്തിയാണ് എല്ലാം നയിക്കണത്, ഈശ്വരൻ എന്താ വെച്ചാൽ പറയാം, അതാണ് നയിക്കണേ എന്ന് മനസ്സിലാക്കിയിട്ട്, അനുഭവമായിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിട്ട് എനിക്ക് ആ സത്യത്തിലെത്തണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞ പോലെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഞാൻ ചെയ്യുക എന്നുള്ള വിചാരമില്ലാതെ ഭഗവാന്റെ കയ്യിൽ ഉപകരണമെന്ന് വിചാരിക്കുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഫലേച്ഛയില്ലാതെ ചെയ്യുക. അതാ ഒരു ഓപ്ഷൻ, അതാണ് നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാറ്റിലും വലുത് ആ പ്രപഞ്ചശക്തിയാണ്. ആ പ്രപഞ്ചശക്തി എനിക്ക് അനുഭവിക്കണം, അറിയണം എന്നുള്ള വിചാരത്തോടു കൂടി ശാസ്ത്രങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കുക. അതൊരു ഓപ്ഷൻ. രണ്ടാമതൊരു ഓപ്ഷൻ എന്താണ്? ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല, കംപ്ലീറ്റ്ലി ഇഗ്നറൻ്റായിട്ട്, ആ അൾട്ടിമേറ്റ് ട്രൂത്തിനെ പറ്റി ഒന്നും അറിയാതെ ഈ ദൃശ്യപ്രപഞ്ചം തന്നെയാണ് ഇവിടെ സത്യം എന്നും
ഈ ദൃശ്യപ്രപഞ്ചം എന്നും ഉള്ളതാണെന്നും വിചാരിച്ച് ഒരു നല്ല ലക്ഷ്യം ഒന്നും മനസ്സിൽ വയ്ക്കാതെ തിന്നുക, കുടിക്കുക, സുഖിക്കുക, സെൻഷ്വൽ പ്രഷേഴ്സ്, അതായത് ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോവുക, അങ്ങനെ എല്ലാറ്റിനോടും ഞാൻ എൻ്റെ എന്നുള്ള വിചാരത്തോടു കൂടി എല്ലാം ചെയ്യുക. അങ്ങനെ മുമ്പിലേക്ക് പോയാൽ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടോ, നമ്മുടെ കർമ്മവാസനയൊക്കെ കൂടി 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 വരിക ചെയ്യുക, ഇൻക്രീസ് ചെയ്യും. എന്താ അറിയോ, നമ്മൾക്ക് സെൻഷ്വൽ ഇന്ദ്രിയ സുഖം എത്ര അനുഭവിച്ചാലും മതിയാവില്ല. അപ്പോൾ നമ്മുടെ കർമ്മവാസന അത് കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യും. അപ്പോൾ കർമ്മവാസന ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ എന്താ ഉണ്ടാവുക, അതായത് ആ പ്രപഞ്ചശക്തി മനസ്സിലാക്കണം എന്നുള്ള വിചാരമില്ല, ഒരു ലക്ഷ്യമില്ലാണ്ട് തിന്നുക, കുടിക്കുക, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജീവിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ കർമ്മവാസന കൂടും. ആൻഡ് നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം, സെൻഷ്വൽ പ്രഷേഴ്സ് ആഗ്രഹവും കൂടും. അവസാനം നരക ജീവിതത്തിൽ നയിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഭഗവാൻ പാപായുസ് എന്ന് പറഞ്ഞത്. അതായത് ആരുടെ കർമ്മവാസനയാണ് കൂടിക്കൂടി കൂടി വരണത്, എന്നിട്ട് ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോണത്, അങ്ങനെ ഈ ജീവിതത്തിനെ നശിപ്പിച്ച് നരകത്തിൽ വീഴണത്, അവരുടെ ജീവിതമാണ് വേസ്റ്റാണെന്നും അതാണ് പാപായുസ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഈ ധർമ്മത്തിനെ ശരിക്കും പറയാച്ചാൽ ഒരു ചക്രമായിട്ട് പിന്നെ താരതമ്യം ചെയ്തെടുക്കുക, കമ്പയർ ചെയ്തെടുക്കുകയാണ്. ആ ചക്രം ഈസ് കണക്റ്റഡ് ടു എവ്രി സെൽ ഇൻ ദ യൂണിവേഴ്സ്. അതുകൊണ്ടാണ് ധർമ്മചക്രം ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മാത്രമല്ല, നമ്മുടെ നാല് പുറമുള്ളവരെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെ നമ്മളറിയാതെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ധർമ്മചക്രത്തിനെ ശരിക്കും ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാത്തവർക്ക് അവനോ നശിക്കുന്ന മാത്രമല്ല, പ്രപഞ്ചത്തിനും ഒരു കഷ്ടം വരുത്തുന്നുണ്ട് അവർ. ആ ചക്രം ഫോളോ ചെയ്യാത്ത ആൾക്കാർ ശരിക്കും ഒരു പാപിയുടെ ജീവിതമാണ് നയിക്കണമെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ദ എൻറ്റയർ ഈ കോസ്മോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിതാണ്, എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരത്തോടും സെൽഫിഷ്നെസ്സോടും കൂടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രപഞ്ചത്തിനെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെങ്കിലും നമ്മളെ നശിപ്പിക്കും, കൂടുള്ളവരെയും ബുദ്ധിമുട്ടിക്കും. പക്ഷെ അത് മാത്രമല്ല, പ്രപഞ്ചത്തിന് തന്നെ. കാരണം എല്ലാവരും കണക്റ്റഡാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ഏതുപോലെ വെച്ചാൽ നല്ലൊരു സംഗീത കച്ചേരി നടക്കുന്ന സമയത്ത് അതിൽ ശ്രുതിയോ അല്ലെങ്കിൽ തെറ്റ് വരുമ്പോൾ, ആ സംഗീതത്തിൽ തെറ്റ് വരുമ്പോൾ അവിടെ കേൾക്കണവർക്ക് മുഴുവൻ അത് മനസ്സിലാവും. എല്ലാവർക്കും ഒരു 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 അസുഖം അനുഭവപ്പെടില്ല. അതുപോലെയാണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഈ നമ്മൾ ചെയ്യണ എല്ലാറ്റിൻ്റെയും വൈബ്രേഷൻസ് എല്ലാ ദിക്കിലും വ്യാപിക്കും. അതുപോലെ തന്നെയാണ് നല്ലത് ചെയ്താലും അതെ. അവനവന് സുഖം, അടുത്ത് കൂടുള്ളവർക്ക് സുഖം, ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു നല്ല വൈബ്രേഷൻ കിട്ടും നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് ധർമ്മചക്രം അനുസരിക്കാത്തവർ ശരിക്ക് പാപികളുടെ ജീവിതമാണ് നയിക്കണത്. എന്താ കാരണം വെച്ചാൽ പ്രപഞ്ചത്തിനും അവർ ദോഷമാണ്. പോരാത്തതിന് അവരും കർമ്മവാസന കുറയ്ക്കണതിന് പകരം അവരുടെ കർമ്മവാസന കൂടുകയാണ്, ആഗ്രഹങ്ങൾ കൂടുകയാണ്. അവർ പിന്നെയും ഈ നിത്യമായിട്ടുള്ള ആ ജനന മരണ ചക്രത്തെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവർക്കും നന്നല്ല. അങ്ങനെ ധർമ്മചക്രം അനുസരിക്കാത്ത ആളെ എങ്ങനെ പാപിയാവുന്നു എന്നും എങ്ങനെ നരകത്തിൽ പതിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തെ പറഞ്ഞത്. ഇനി 17 പറയണത് എന്താ അറിയോ? നെക്സ്റ്റ് 2 ശ്ലോകത്തിൽ എന്താ പറയണത് വെച്ചാൽ, എന്നാൽ ഒരു ജ്ഞാനി ഈ ധർമ്മചക്രം ഫോളോ ചെയ്യണോ, അല്ലെങ്കിൽ യജ്ഞചക്രം, അതായത് എല്ലാം യജ്ഞമായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുമല്ലോ. അപ്പോൾ ഈ നമ്മൾ ജ്ഞാനിയായി കഴിയുന്നതിന് മുമ്പേ ജ്ഞാനി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞുമല്ലോ, നമ്മൾ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്നും എല്ലാം ഈശ്വരപ്രാണായിട്ടും ഫലേച്ഛല്ലാണ്ടും ചെയ്യണമെന്ന് പറഞ്ഞുമല്ലോ. അതാണ് ധർമ്മചക്രം ഫോളോ ചെയ്യുക പറഞ്ഞാലേ. ഞാൻ അടുത്ത 2 ശ്ലോകത്തിൽ പറയണത് എന്താ വെച്ചാൽ, ഒരു സ്ഥിതപ്രജ്ഞനും അല്ലെങ്കിൽ ഒരു ജ്ഞാനിയും
ആ യജ്ഞചക്രം ഫോളോ ചെയ്യേണ്ടതാണോ എന്ന് ചോദ്യമാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കേട്ടോ. അപ്പം നമുക്ക് 16 വായിച്ച് 17ലേക്ക് പോവാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ ആഖായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. ഇപ്പം നമുക്ക് ഇതിലിപ്പം നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മൾ അധർമ്മമായിട്ടൊന്നും ചെയ്യരുത്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ 4 പുറമുള്ളവർക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിന് തന്നെ അത് ബാധിക്കും, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും എന്നാണ് അതിൽ പറഞ്ഞത്. 17 യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. അധികം പറയാനില്ല കേട്ടോ. യഹ മാനവ തു ചന്ത, എന്നാൽ ഏതൊരു മനുഷ്യൻ, മാനവ തു ഏതൊരു മനുഷ്യൻ, ആത്മരതി ഏവ ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവനായും ആത്മതൃപ്ത ച ആത്മാവിൽ തന്നെ പൂർണ്ണ തൃപ്തി, ആപ്തകാമനാണ്, ഒരാഗ്രഹമില്ല, അതാണ് ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവനായും ആത്മനി ഏവാച്ച ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവനും സ്യാദ്. അങ്ങനെ ആരാണ് ഇരിക്കണ വെച്ചാൽ സ്ഥിതപ്രജ്ഞൻ, അതാണല്ലോ ജ്ഞാനി ഇരിക്കുന്നുവോ, തസ്യ അവന് കാര്യം ന വിദ്യതേ, അവന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അവർക്ക് ധർമ്മചക്രം ഫോളോ ചെയ്യൊന്നും വേണ്ട, കാരണം അവർ ജ്ഞാനിയായി തീർന്നിരിക്കണം. അപ്പം ഇതിൽ എന്താ ഇതിൽ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അവർക്ക് ഡ്യൂട്ടി ഇല്ല. ഒരു ഡ്യൂട്ടിയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ട് നമ്മൾ പറയൂല്ലോ, നമ്മൾ ചെയ്യേണ്ടതാണ്, അങ്ങനെ അവർക്കൊന്നുമില്ല. അതാണ് പറയണത്. ഒരു ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ, നമ്മളിതുവരെ പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൽ രമിക്കുന്നവൻ അല്ലെങ്കിൽ ആത്മാവിൽ തൃപ്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും നേടാനില്ല അവർക്ക് ഒന്നിനും ആഗ്രഹമില്ല, പൂർണ്ണ തൃപ്തനാ. അപ്പം എന്താ, എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കിട്ടണമെന്നില്ല, അതാണ്. സ്ഥിതപ്രജ്ഞന് ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ചിലപ്പോൾ ചെയ്യും, പക്ഷെ അവർക്ക് അതിന് ഫലം വേണമെന്നോ, അവർ ആ ആത്മാവിൽ തന്നെ ഇരുന്നും കൊണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് ജീവൻ മുക്തന്മാരൊക്കെ ദേഹം വീണ വരെ ചിലർ ചെയ്യും, ചിലർ അവിടെ ഇരിക്കുകയുള്ളൂ. എപ്പോഴും ഹിമാലയത്തിൽ എവിടെ വെച്ചാൽ പോയി ഇരിക്കും, അവരൊരു കർമ്മവും ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അവർ എബൈഡിങ് ഇൻ ദ സെൽഫ്, ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യാണ്. അതായത് അവർക്കൊന്നും ആഗ്രഹമില്ല, എന്തെങ്കിലും കിട്ടണമെന്നില്ല, എന്തെങ്കിലും ആയിത്തീരണമെന്നില്ല. ചെയ്യാതിരുന്നാൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല, ചെയ്താൽ ഒന്നും ലഭിക്കണമില്ല. അതാണ് ഒരു കർമ്മം ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മവാസന മുഴുവൻ നമ്മൾ കണ്ടുല്ലോ ഇതിനു മുമ്പേ. കർമ്മവാസന മുഴുവൻ നശിച്ചാലേ സ്ഥിതപ്രജ്ഞത്വം കിട്ടുള്ളൂ. അതാണ് കർമ്മം ചെയ്യാൻ തോന്നാത്തത്. കർമ്മവാസന നിശേഷം നശിച്ചു. ആ കർമ്മവാസന നശിപ്പിക്കാനാണ് നമ്മളോട് എന്ത് പറയണം, നമ്മൾ നശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളോട് കർമ്മം ചെയ്യണം പറയണം. സ്ഥിതപ്രജ്ഞനായ പിന്നെ കർമ്മം വേണമെങ്കിൽ ചെയ്യാൻ, വേണമെങ്കിൽ വേണ്ട, ചെയ്യേണ്ടതായിട്ടില്ല നമുക്ക്. പക്ഷേ ആ സ്ഥിതപ്രജ്ഞത്വം കിട്ടുന്നവരെ നമുക്ക് കർമ്മം യജ്ഞമായിട്ട് ചെയ്യണം. അതാണ് നമ്മളെ കർമ്മം ചെയ്യലൊക്കെ. നമ്മൾ കർമ്മം ചെയ്യാതെ നമുക്ക് പറ്റില്ല, കർമ്മവാസന ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതിന്ന് പോരാൻ വേണ്ടിയിട്ട്, കർമ്മവാസന നശിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുകയാണ്, നിങ്ങൾക്ക് കർമ്മവാസന ഉണ്ടെന്ന് വൃത്തിയില്ല, ചെയ്യാണ്ട പറ്റില്ല, ചെയ്തോളൂ, പക്ഷേ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ, യജ്ഞമായിട്ട് ചെയ്യൂ. അതന്നെയാണ് അർജുനോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കർമ്മവാസന നശിക്കും, നിങ്ങളുടെയും കർമ്മം യജ്ഞമായിട്ട് ചെയ്താൽ. എങ്ങനെയാവും, നമ്മൾ ഏതുപോലെയാവും. ഇപ്പോൾ നോക്കൂ, ഒരു പാത്രത്തിൽ നമ്മൾ നിറച്ചങ്ങോട്ട് വെച്ചോളൂ വെള്ളമോ എന്താ വെച്ചാൽ, പിന്നെ അതിലേക്ക് ഒരു തുള്ളിയും കൂടി ഒഴിച്ചാൽ അത് പോവും ഇല്ലേ, അത് കംപ്ലീറ്റ്ലി ഫിൽഡായാൽ നമുക്കൊരു ഡ്രോപ്പ് പോലും പിന്നെ പറ്റില്ല. അതുപോലെയാവും നമ്മളാണ് സ്ഥിതപ്രജ്ഞനായാൽ. അതായത് ഈ ഒരു ശ്ലോകത്തിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരാളെ പറ്റിയാണ് പറയണം. അദ്ദേഹം ആത്മാരാമനാണ്, എപ്പോഴും ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സദാശിവ ബ്രഹ്മേന്ദ്ര അതിനെ പറ്റിയിട്ടൊക്കെ വളരെ നന്നായിട്ടുള്ള പിന്നെ എന്താണ് കീർത്തനങ്ങളുണ്ട്. എന്ത് രസമാണ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ്
പിന്നെ ഒരു ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു. എത്ര അസലാണ്. അതായത് എപ്പോഴും ആ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ആ സമാധാനത്തിലിരിക്കുകയാണ്, അൺഎഫക്റ്റഡ് ബൈ എവ്രിതിങ് ഔട്ട്സൈഡ്. ഒന്നും അറിയില്ല, അങ്ങനെ ആ ആത്മാവിൽ തന്നെ വർത്തിക്കുകയാണ്. എല്ലാ കർമ്മവാസനയും നശിച്ചിട്ട് പൂർണ്ണമായിട്ടും ഫ്രീഡം ഫ്രം എവ്രിതിങ്, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്ക് എന്ത് കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇപ്പോൾ രമണ മഹർഷിയാണെങ്കിലും ശ്രീരാമകൃഷ്ണ പരമഹംസനാണെങ്കിലും എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അവരപ്പോഴും ഒരു ഒബ്സർവറായിട്ട് ഇരുന്നിട്ടാണ്. ദേഹം അങ്ങനെ ചെയ്യണു, അത്രേ ഉള്ളൂ. അവർ ചെയ്യാന്നുള്ളത് അവർക്ക് ഒട്ടുമില്ല. അഥവാ ചെയ്യാച്ചാൽ പിന്നെ ചെയ്യണമെന്നില്ല, ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ പിന്നെ അപ്പം ഇതിലെന്താ പറയണ വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നോക്കൂ, പിങ്കള പിന്നെ ഭാഗവതത്തിലുണ്ടല്ലോ പിങ്കളയുടെ സ്റ്റോറി. പിന്നെ ആദ്യം അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നല്ലോ, വേശ്യയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാലം ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശ്വര കൃപ കൊണ്ട് ഒരു ദിവസം ആൾക്കാരൊന്നും വന്നപ്പോൾ അവളെ ഇനി ആർക്കും വേണ്ട, എനിക്ക് ആരുമില്ല എന്നൊരിത് വന്നപ്പോൾ വളരെ വൈരാഗ്യമാണ് വന്നു ആ ഒരൊറ്റ ദിവസം കൊണ്ട്. എന്നിട്ട് പിന്നെ ഭഗവാൻ മാത്രമേ എൻ്റെ ഉള്ളിലിരിക്കണ, ഭഗവാൻ തന്നെയാണ് എൻ്റെ സ്വത്തെന്നങ്ങോട്ട് മനസ്സിലായി. അതാണ് സ്വന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാതി ശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഈ പിങ്കളയ്ക്ക് മനസ്സിലായി അന്നത്തെ ആ വൈരാഗ്യം അങ്ങോട്ട് വിഷമം ശരിക്കും വന്നപ്പോൾ മനസ്സിലായി, ഭഗവാൻ എൻ്റെ അടുത്തിരിക്കണ ഭഗവാനെ വിട്ടിട്ടാണല്ലോ ഞാൻ ഈ ആൾക്കാരുടെ കൂടെയൊക്കെ പോയത് എന്ന് പറഞ്ഞിട്ട് ആ വളരെ ഇംപ്യൂറായിട്ടുള്ള ആ മനസ്സ് കംപ്ലീറ്റ്ലി ആ ഭഗവാൻ വൈരാഗ്യം വന്നിട്ട് അങ്ങോട്ട് ജ്ഞാനം ഉദിച്ചു. അപ്പം അന്ന് രാത്രി തന്നെ അവൾക്ക് നല്ല വിശ്രാന്തി, നല്ല പീസ് കിട്ടി. അതായത് അവളുടെ ദോഷം മുഴുവൻ, വൈരാഗ്യം വന്നിട്ട് ദോഷം മുഴുവനെ മാറിയപ്പോൾ സന്തോഷമായി. ദോഷമില്ലെങ്കിൽ സന്തോഷമാണ്, ദോഷം മുഴുവൻ നീങ്ങിയാൽ അങ്ങനെയാണ് പിങ്കള സന്തോഷമായി. അപ്പോൾ നമ്മുടെ അജ്ഞാനാണ് നമ്മുടെ ഈ പ്രപഞ്ചം സത്യമെന്നും പ്രപഞ്ചം ഉണ്ടെന്നും തോന്നുന്നതൊക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനം മാറിയാൽ നമുക്ക് ഈ പ്രപഞ്ചം സത്യം എന്നുള്ള ബോധം പോവും. അതുകൊണ്ടാണ് ജ്ഞാനം വന്നാൽ അങ്ങനെ വരണതേ. കാരണം അവർ ആ പരമകാരണത്തിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കണത്. പരമകാരണം വെച്ചാൽ പരബ്രഹ്മം, അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തിയിൽ തന്നെ, പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. വേറെ രണ്ടാമതൊന്നില്ലാത്ത, വിത്തൗട്ട് എ സെക്കൻഡ് വൺ സച്ചിദാനന്ദത്തിൽ ഇരിക്കുകയാണ്. അതായത് നമുക്ക് അപൂർണതയിലേ ഉള്ളൂ ഡ്യൂട്ടി, കർമ്മം ചെയ്യണമെന്ന് തോന്നുള്ളൂ. പൂർണ്ണതയിൽ കർമ്മം ചെയ്യണം തോന്നില്ല. ശരിയല്ലേ? ഫുൾ കണ്ടൻറ്റഡ് ആണെന്ന് വിചാരിച്ചോളൂ, തൃപ്തിയാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് പിന്നെ ചെയ്യണത്? അപ്പോൾ ഒരു സ്ഥിതപ്രജ്ഞൻ തൃപ്തനാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ, ഒരു സ്ഥിതപ്രജ്ഞന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിലത്. കാരണം എന്താ വെച്ചാൽ ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പം കർമ്മം ശരീരം കൊണ്ട് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ആവശ്യമില്ല, ഡ്യൂട്ടി ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും കൂടി വായിക്കാം, എന്നിട്ട് അടുത്തേക്ക് പോവാം. ആത്മരതിരെ പറഞ്ഞൂല, അതായത് അവനവനിൽ തന്നെ സന്തോഷിക്കുക. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ. അങ്ങനെ ആത്മതൃപ്തനും ആത്മാരാമനുമായിട്ടുള്ള ഒരാൾക്ക് ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അവർക്ക് പ്രപഞ്ചം തന്നെ ഇല്ല. ആത്മാരാമന്മാർക്ക് പ്രപഞ്ചം വെറും ഒരു മിഥ്യയാണെന്ന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യണ്ട. നമുക്ക് ഈ പ്രപഞ്ചം സത്യം തോന്നുന്നതല്ലേ നമുക്ക് ചെയ്യണം തോന്നണതേ. ഇനി അപൂർണതയിലേ ഉള്ളൂ നമുക്ക് കർമ്മം ചെയ്യണം എന്നുള്ളത്
അത് പൂർണ്ണമായിട്ടുള്ളവർക്ക് ആർക്കും കർമ്മം ചെയ്യണമെന്ന് തോന്നില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് 18 വായിക്കാം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. അതിൻ്റെ നമുക്ക് വാക്കിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. തസ്യ അവന്, അതായത് ആത്മാവിൽ സ്വയം ആത്മാരാമനായിട്ടുള്ള ആൾക്ക്, അല്ലെങ്കിൽ ആത്മാവിൽ തൃപ്തി ഉള്ളവന്, തസ്യ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. ഇഹലോകത്തിൽ കൃതേന കർമ്മം കൊണ്ട് അർത്ഥ പുണ്യം, ഒരു ആവശ്യം, കർമ്മം കൊണ്ടൊരു പ്രയോജനമില്ല എന്ന്, കർമ്മം കൊണ്ട് അവർക്കൊരു കാര്യമില്ല എന്ന് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. വെച്ചാൽ അതൊന്നും കൂടി ഇങ്ങനെ എല്ലാം ഭഗവാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് റീഇൻഫോഴ്സ് ചെയ്യും പിന്നത്തെ ശ്ലോകത്തിൽ. അങ്ങനെയാണ്. അപ്പോൾ പിന്നത്തെ 1, 2 ചിലപ്പോൾ 4 ശ്ലോകത്തിലൊക്കെ സെയിം ഐഡിയ റീഇൻഫോഴ്സ് ചെയ്യുക. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തൃപ്തി, ആത്മാരാമന് അല്ലെങ്കിൽ ആത്മാവിൽ തൃപ്തിയുള്ള ഒരാൾക്ക് ഈ ലോകത്തിലെ കർമ്മം കൊണ്ട് അർത്ഥ ഒരു പുണ്യമോ അല്ലെങ്കിൽ പ്രയോജനമോ ഉപകാരമോ ഇല്ല ഒരു കർമ്മം ചെയ്തിട്ട്. ന ഏവ ഇല്ല. അകൃതേന കർമ്മം ചെയ്യാഞ്ഞാലും ഒന്നും നഷ്ടപ്പെടുന്നില്ല. കശ്ചന ഒരു ദോഷമില്ല. കർമ്മം ചെയ്തില്ലെങ്കിലും, ചെയ്താൽ ഗുണമില്ല, ചെയ്യാഞ്ഞാൽ ദോഷമില്ല. ന ഇല്ല, അതായത് ദോഷമില്ല എന്ന് ചെയ്യാഞ്ഞാൽ. തസ്യ അസ്യ ഇവന് സർവഭൂതേഷു സകല ജീവികളിലും കശ്ചിൽ അർത്ഥവ്യപാശ്രയ നാച്ച ആരെയും ഒന്നിനും ആശ്രയിക്കുകയും വേണ്ട. ആർക്ക്? ഈ ആത്മാരാമന്. അതാണ് പറയണത്. അയാൾക്ക് ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടില്ല, കർമ്മം ചെയ്തുകൊണ്ട് ഗുണമില്ല, കർമ്മം ചെയ്യാത്തതുകൊണ്ട് ദോഷമില്ല, ആരെയും ആശ്രയിക്കണില്ല. അവനവനെ മാത്രം. അവൻ ആത്മാരാമനാണ്. അവനവൻ്റെ ആ ആത്മാവിൽ തന്നെ രമിക്കുക. ഒരാളുടെ ആവശ്യമില്ല. സന്തോഷത്തിനും ദുഃഖത്തിനും ഒന്നുമില്ല. അതാണ് പറയണത്. അതായത് സ്ഥിതപ്രജ്ഞന് ഒന്നും അറിയാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും അറ്റൈൻ ചെയ്യാനില്ല, അതിനൊന്നും ചെയ്യാനും ഇല്ല, ദുഃഖമില്ല, ഭയമില്ല, ഒന്നുമില്ല. രണ്ടാമതൊന്നുമില്ല. ഒറ്റ സാധനം അതായിട്ട് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാ? ബ്രഹ്മം തന്നെയായി തീർന്നിരിക്കുന്നേ. അപ്പോൾ പിന്നെന്താ? രണ്ടാമതൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ്, അതായത് ഒരു കർമ്മം ചെയ്തിട്ടൊന്നും ലാഭം കിട്ടാനില്ല. മാത്രമല്ല കർമ്മം ചെയ്യാഞ്ഞിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? അതുമില്ല. കർമ്മം ചെയ്തിട്ട് ലാഭം കിട്ടാനും പോണില്ല, കർമ്മം ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെടുക. എന്താ വെച്ചാൽ ആത്മാരാമനാണ്. ഇതന്നെയാണ് പറഞ്ഞത് നമ്മളല്ലേ. അപ്പോൾ മാത്രമല്ല ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വേണം, ഒന്നുമില്ല. ആരെ ആശ്രയിക്കുന്നില്ല. അവനവൻ തന്നെ അവനവനിൽ പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെന്തിനാ അല്ലേ? ഇതിലത്തെ ആ അർത്ഥം എന്നുള്ള ആ ഒരു വാക്കാണ് നമുക്ക് ശരിക്കൊന്നും മനസ്സിലാക്കേണ്ട. ഇവിടെ അർത്ഥം വെച്ചാൽ പുരുഷാർത്ഥമാണ്. അതായത് നമ്മുടെ ശ്രമം കൊണ്ട് കിട്ടണ ഒരു കാര്യമാണത്. അർത്ഥം എന്ന് ഇവിടെ മീൻ ചെയ്യണത് നമ്മുടെ ശ്രമം കൊണ്ട് കിട്ടുന്ന കാര്യം, നമുക്ക് നമ്മുടെ ശ്രമം കൊണ്ട് കിട്ടുന്ന ഫലം. അതാണ് ഇവിടെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ മീനിങ് എന്നുള്ള അർത്ഥമല്ല. ഇവിടെ അർത്ഥം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ എഫർട്ട് കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ഫലം. അതാണ്. അപ്പോൾ ഈ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫലം വേണമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണു എന്നുള്ള വിചാരം വരുമല്ലോ. ഡുവർഷിപ്പ് ഉണ്ട്. പിന്നെ അത് കിട്ടിയാൽ അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമല്ലോ. പക്ഷേ ജ്ഞാനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എപ്പോഴും സന്തോഷത്തിലാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് ആരോടും കടലില്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പഞ്ചയജ്ഞം എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. അതായത് ദേവന്മാർക്ക്, ഋഷിമാർക്ക്, പിതൃക്കൾക്ക്, സഹജീവികൾക്ക് ഒക്കെ എല്ലാ ദിവസവും യജ്ഞം ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുല്ലോ, പഞ്ചയജ്ഞങ്ങളൊക്കെ. അതൊന്നും ഇവർക്ക് വേണ്ട. എന്താ വെച്ചാൽ നമുക്കതൊക്കെ വേണം. എന്താ കാരണം വെച്ചാൽ നമ്മൾ ആത്മാരാമാരായിട്ടില്ലേ. അപ്പം അവർക്ക് ആ പഞ്ചയജ്ഞം അല്ലെങ്കിൽ ആ കടം അവർക്കില്ല. അതുണ്ടാവുകൊണ്ടാണ് നമുക്ക് ആ
പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അത് ചെയ്യണം. എങ്ങനെ എല്ലാം എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പണമായിട്ട് ചെയ്ത് ഞാനാണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ എന്താ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണു, ഭഗവാൻ തന്നെ എന്താണ് ഫലം തന്നോട്ടെ, അങ്ങനെ വിചാരിച്ച് ചെയ്താലേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്ത് എത്തിയ ഒരാൾക്ക് പിന്നെ അത് വലിയ ഒരു കടങ്ങളും ഇല്ല. അതാണ് പറയണത്. ആ നമുക്ക് അഹങ്കാരം ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക, ആ ഫീലിംഗ് ഓഫ് ഇൻഡെപ്റ്റ്നെസ് ഉണ്ടാവണത് ടു അതേഴ്സ്. നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട്, അതുകൊണ്ടാണ്. അവർക്കതില്ലല്ലോ, അതാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണ വെച്ചാൽ, അജ്ഞാനി എങ്ങനെയാണ് കർമ്മം ചെയ്യുക, ജ്ഞാനമില്ലാത്തവരെ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ് കർമ്മം ചെയ്യുക എന്നാണ് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ കേട്ടോ. സമയം എത്രയായി നോക്കട്ടെ, അടുത്ത ശ്ലോകം ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമുക്ക് 18 കൂടി വായിച്ച് നിർത്തേണ്ടി വരും, കാരണം 25 മിനിറ്റായി. അപ്പോൾ ഞാൻ 18. അപ്പം നമുക്ക് ഈ ഒരു ഇതിലിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ജ്ഞാനിക്ക് അല്ലെങ്കിൽ ആത്മാരാമന് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞന് ഒന്നും ചെയ്തിട്ടൊന്നും കിട്ടാനില്ല, ചെയ്യാണ്ടിരുന്നുകൊണ്ടൊന്നും നഷ്ടപ്പെടാനും പോണില്ല. നമുക്കതുണ്ടല്ലോ. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ അർത്ഥം എന്ന് പറഞ്ഞില്ലേ ആ വേർഡ്, നമ്മളെ എഫർട്ട് എടുത്തിട്ടൊരു ഫലം കിട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോണ്ടേ, അങ്ങനെയാവുമ്പോൾ എന്താണ് ചെയ്യണത് ഞാനാണ്, അതിൻ്റെ ഫലം കിട്ടിയാൽ ഞാൻ അനുഭവിക്കണം. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ ഭഗവാൻ പറയണത്, അങ്ങനെ ജ്ഞാനിയായി എത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എങ്ങനെ ശ്രമിക്കണം, നിങ്ങൾക്ക് കർമ്മവാസനയുള്ള ചെയ്യാണ്ട പറ്റില്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മമൊക്കെ യജ്ഞമായിട്ട് ചെയ്യൂ, ഞാനാണ് ചെയ്യണമെന്നുള്ള വിചാരമില്ലാതെ ഫലം ഭഗവാൻ എന്താ വെച്ചാൽ തരും, അത് ഭഗവാൻ ഇച്ഛ എന്ന് വിചാരിച്ച് വിട്ട് ചെയ്യൂ. പക്ഷേ ഒരു ജ്ഞാനിക്ക് അതോ അവിടെ എത്തിക്കഴിഞ്ഞൂലോ. അപ്പം എന്താ വെച്ചാൽ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ്. ഹീ ഈസ് ഓൾവേസ് റിവെല്ലിങ് ഇൻ ദ ഇറ്റേണൽ ബ്ലിസ് ഓർ ആ സച്ചിദാനന്ദം തന്നെ ആയിത്തീർന്ന ആളാണ്. അപ്പം പ്രപഞ്ചമില്ല, ആ ഒരേ ഒരു അദ്വൈത അനുഭവത്തിലായിരിക്കണത്, രണ്ടാമതൊന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ. അതാണ് ആരെ ആശ്രയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമുക്ക് 18 ഒന്നും കൂടി വായിച്ച് ഇത് നിർത്താട്ടോ. നൈവ തസ്യ കൃതേനാർത്ഥോ, ഇതാണ് ഒരു ജീവൻ മുക്തൻ്റെ അവസ്ഥ കേട്ടോ ഈ ശ്ലോകം. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേ നേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. അവരൊന്നിനെ ആശ്രയിക്കണമില്ല, കാരണം ആത്മാരാമന്മാരാണ്. ഒന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് 19 അടുത്ത പ്രാവശ്യം ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പ ശരണം.